അവൾക്കൊപ്പമാണ്. കുറ്റം ചെയ്തവർക്ക് ശിക്ഷയും വിധിക്കാൻ പോകുന്നു. പക്ഷേ ഇപ്പോഴും ചിലർക്ക് ദിലീപ് തന്നെ പ്രതിയായി വരണമെന്ന വാശിയാണ്. ഇനിയൊന്ന് മനസ്സ് തുറന്നു ചിരിക്കാൻ അദ്ദേഹത്തിന് കഴിയണം. കാരണം വർഷങ്ങളായി ഈ മനുഷ്യനും ഇവിടെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം എത്ര മൂടിവെച്ചാലും ഒരിക്കൽ അത് മറനീക്കി പുറത്തു വരുമെന്ന് കോടതിയിൽ തെളിഞ്ഞു. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി അതിജീവിതയ്ക്ക് നീതി നൽകിയ കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട്. 8-9 കൊല്ലം കൊണ്ട് മാധ്യമ ജഡ്ജിമാർ പ്രതിയെ കണ്ടെത്തി ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞില്ലേ? ഒന്നും മിണ്ടാതെ ദിലീപും കുടുംബവും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന കുറെ മനുഷ്യരും അനുഭവിച്ചില്ലേ? ഇനി അയാൾക്ക് പറയാനുള്ള അവസരമാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നമ്മൾ ഇതുവരെ കേട്ടത് ഒരു പക്ഷം മാത്രമാണ്. ഇരുപക്ഷവും കേട്ടതും തെളിവുകൾ കണ്ടതും കോടതി മാത്രമാണ്. പൾസർ സുനി എന്ന ഒരു കൊടും ക്രിമിനലിന്റെ വാക്ക് കേട്ട് 8 കൊല്ലം അന്വേഷിച്ചിട്ടും ഗൂഢാലോചനയും കൊട്ടേഷൻ കൊടുക്കലുമൊന്നും കോടതിയെ ബോധിപ്പിക്കാൻ കേരള പോലീസിലെ മിടുക്കർക്കും ചാനൽ ചർച്ചകളിൽ ഡയലോഗ് കാച്ചിയ അഭിഭാഷകർക്കും സാധിച്ചില്ലെങ്കിൽ ബാക്കി ഇനി ദിലീപ് പറയട്ടെ. 8 കൊല്ലം എന്നതൊരു ചെറിയ സമയമല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് തോറ്റത് പ്രോസിക്യൂഷൻ മാത്രമല്ല, ഏകപക്ഷീയമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മിക്ക മാധ്യമങ്ങളും കൂടിയാണ്. ഒരു തെളിവുമില്ലാത്ത കേസിൽ വിചാരണ നീട്ടിക്കൊണ്ടു പോകാനുള്ള ഉന്നതതല ഗൂഢാലോചന ഇല്ലാതാക്കാൻ വിധിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോയത് ദിലീപാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളും ഉന്നതരും കാത്തിരുന്ന വിധിയല്ല, ദിലീപ് കാത്തിരുന്ന വിധിയാണ് വന്നിരിക്കുന്നത്. ക്രൈം ചെയ്തവർ പ്രതിയല്ല എന്നതായിരുന്നില്ല ദിലീപിന്റെ വാദം. തനിക്ക് ഇതിൽ പങ്കില്ല എന്നതായിരുന്നു. കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയിട്ടും ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ദിലീപിന് എന്ത് ചെയ്യാൻ പറ്റും? ദിലീപ് തന്റെ കേസ് നേരിട്ടത് സോഷ്യൽ മീഡിയയിലല്ല, കോടതിയിലാണ്. അയാൾക്ക് പറയാനുള്ളതും നമ്മൾ കേൾക്കണം. അതിന് കേരളത്തിനും ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ബാധ്യതയുണ്ട്. ഇന്നേ ദിവസം വരെ ആ നടി ദിലീപിന്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ സംഭവം ഉണ്ടായി ആദ്യ 2-3 ദിവസങ്ങളിൽ ദിലീപിന്റെ പേര് കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു മുൻ ലേഡി സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഗൂഢാലോചന പരാമർശം വന്നതിന് ശേഷമാണ് ദിലീപ് കുറ്റപത്രത്തിൽ വന്നത്. നടിയെ ആക്രമിച്ചവരെല്ലാം അവർ തിരിച്ചറിഞ്ഞു. പ്രതികളുമായി അവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന നിലവിളിയുടെ അർത്ഥം എന്താണ്? തെളിവൊന്നുമില്ലാതെ ഒരാളെ ശിക്ഷിക്കണമെന്നാണോ? ഇനി മറ്റെല്ലാ പ്രതികളെയും വെറുതെ വിട്ട് ദിലീപിനെ മാത്രം ശിക്ഷിച്ചിരുന്നെങ്കിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടിയെന്നും പറഞ്ഞ് അർമാദിച്ചേനെ ഈ ടീംസ്. നിങ്ങൾ ഓർക്കുക, സംസ്ഥാനം കടന്ന് ഒളിച്ചോടാൻ ദിലീപിന് ആരും ചുവന്ന കാർ നൽകിയില്ല. ദിലീപിന് വേണ്ടി ജയിലിൽ നിരാഹാരം കിടക്കാനും ആരും ഉണ്ടായില്ല. ഒരു വശത്ത് നടി, അവർക്ക് വേണ്ടി സർക്കാരും സകല സംവിധാനവും മാധ്യമപടയും യുദ്ധം ചെയ്തു. മറുവശത്ത് നടൻ മാത്രം. പക്ഷെ സത്യം അയാളുടെ പക്ഷത്തായതുകൊണ്ടാവും ഈ വിധി. വിധി വന്ന് നിമിഷങ്ങൾക്കകം വിരമിച്ച അന്വേഷണ ഉദ്യോഗസ്ഥയുടെ വക പത്രസമ്മേളനം. മേൽക്കോടതിയിൽ പോകുമെന്ന്. ലക്ഷ്യമിടുന്നത് കുറ്റക്കാരോ കുറ്റത്തിനുള്ള ശിക്ഷയോ അല്ല, മറിച്ച് അയാൾ മാത്രമാണോ? നടിക്കുമേൽ നടന്നത് തികച്ചും ക്രൂരമായ കുറ്റമാണ്. അതിനെ നിയമം ശിക്ഷിക്കും. പക്ഷേ നടിയുടെ പേരിൽ അനാവശ്യ ആക്രോശം കാണിച്ചവരുടെ മുഖത്തേറ്റ അടിയാണ് ഇത്. വിചാരണ കോടതിയിലെ ഈ പരാജയം. പണം കൊടുത്ത് നീതി വിലയ്ക്ക് വാങ്ങി എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ലെന്നേ. വിവരക്കേട് വിളിച്ചു കൂവി നടക്കാതെ. ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കും കയ്യിൽ ഒരുപാട് പണമുണ്ട്. എന്നാ പിന്നെ ഇത്രയും ഒന്നും സമയം കളയാതെ അവർക്ക് പണം കൊടുത്ത് ദിലീപിനെ നേരെ അകത്തിട്ടാ പോരെ? ഇതിന്റെ വല്ല കാര്യമുണ്ടോ എന്ന് നമുക്കും ചിന്തിച്ചൂടെ? എന്തായാലും ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ഇനി അയാളുടെ കാലമാണ്. കളി കാണാൻ പോകുന്നതേ ഉള്ളൂ. ആരു ചെയ്ത പാപം എന്നു പേരിടുന്നു രാമ, പിടിച്ച പോലെ എങ്ങു പാഞ്ഞിടുന്ന ലീല. ആടുകേറി നീ ഒളിച്ചു കാത്തിരിക്ക രാമ, സത്യമുള്ളതാണു നിന്റെ അശ്വമേധ ലീല.